ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയെ ഞാനൊന്ന് യാത്രയ്ക്കാൻ പോവാണ്. ചേച്ചി തിരിച്ച് ഗൾഫിലോട്ട് തിരിച്ചു പോകുമായിരുന്നു അവധിക്ക് ശേഷം. അങ്ങനെ ചേച്ചി ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചായിരുന്നു, ഒരു കുക്കിംഗ് വ്ളോഗിൽ കാണിച്ചായിരുന്നു, സ്പഗേറ്റി വ്ളോഗിൽ കാണിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചി യാത്രയ്ക്കാനായിട്ട് പോവായിരുന്നു. ബസ്സിലാട്ടോ പോണത്. അപ്പോൾ ഏട്ടൻ എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അഞ്ചിലെത്തി. ബസ് കയറാനായിട്ട് അഞ്ചിലെത്തി. നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആകാശത്തിൽ ഒരു കണ്ണ് പോലെ തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടോ, എനിക്ക് നന്നായിട്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ഇതാട്ടോ അഞ്ചൽ ബസ് സ്റ്റോപ്പ്, മുല്ലൂരോട്ടുള്ള ബസ് സ്റ്റോപ്പാണിത്. അങ്ങനെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിലാട്ടോ കയറിയത്. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അതിന് ചേച്ചിയുടെ കയ്യിലാണ് സി എ ഇരുന്നത്. അവിടെ നിന്ന് എന്നെ വിളിക്കുമായിരുന്നു അമ്മ അമ്മ എന്ന്. എനിക്ക് വേറൊരു സീറ്റാണ് കിട്ടിയത്. ഞാൻ വരാൻ പറഞ്ഞപ്പോൾ അവൾ വന്നതുമില്ല. അങ്ങനെ ഞങ്ങൾ പുനലൂരെത്തിയിട്ട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ബസ് വരാനായിട്ട്. അവിടെ നിന്നും കോട്ടവട്ടം നരിക്കൽ എത്തണമായിരുന്നു. കോട്ടവട്ടം നരിക്കലിൽ കയറണമായിരുന്നു, ബസ് കയറണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നരിക്കൽ കോട്ടവട്ടം. അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി. ഇതൊരു പള്ളിയാണ്, പഴയതും പള്ളി തന്നെയായിരുന്നു. അത് ഇടിച്ച് പൊളിച്ചിപ്പോൾ വലിയൊരു പള്ളി കണക്കാനാണെന്ന് തോന്നുന്നു. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഞങ്ങൾ ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ടാണ്. കുറേ വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പോണത്. എൻ്റെ അണ്ണൻ തള്ളി തള്ളി നിൽക്കുവാണ്, പോവാൻ സമ്മതിക്കാതെ. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് ഇടിഞ്ഞ് വീണ് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സൂക്ഷിച്ചാൽ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാട്ടോ ചേച്ചിയെ കാണാനായിട്ട് പോകുന്നത്. ഇത് പള്ളിയുടെ ഓഡിറ്റോറിയമാണ്. അതിൻ്റെ സൈഡിൽ കൂടെ മണ്ടയിൽ കൂടെ കുഞ്ഞു വഴി. അങ്ങനെ ഞങ്ങൾ വീട് ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് നിരപ്പേ അങ്ങ് വീട് തന്നെയാണ്. ചേച്ചിയുടെ വീട് ഇവിടെ ഒന്നും അല്ല കേട്ടോ, കുറച്ച് നടക്കണം. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഏതോ വീടിൻ്റെ മുറ്റത്ത് കടലാസ് ചെടി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അത് അനുക്കുട്ടി പറിച്ച് സിയാമ്മക്ക് കൊടുത്ത്. അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എടുക്കാൻ സമ്മതിക്കത്തുമില്ല. അവൾക്ക് ഇങ്ങനെ നടക്കണം കൈപ്പിടിച്ച്. അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാനുള്ള നിർബന്ധത്തിലാണ് നടക്കുന്നത്. പക്ഷെ വിട്ടില്ല. ഇവിടെ ഒരു നിരപ്പല്ല, പേര് ഇറക്കമായിട്ട് വിട്ടില്ല. ഇതാണ് വെള്ളച്ചാട്ടം. നല്ല ശബ്ദമാണ്, ഭയങ്കര ശബ്ദം. അടിപൊളിയല്ലേ? അങ്ങനെ ഞങ്ങൾ വീടെത്തിയതുകൊണ്ട് ചേച്ചി നിൽക്കുന്നതായിട്ടൊരു മഞ്ഞ കളറുണ്ട്. അത് ചേച്ചിയാണ്. റോഡ് മൊത്തം നല്ല ചെളിയായിട്ട് കിടന്ന മഴയൊക്കെ പെയ്ത്. അങ്ങനെ അതാണ് ചേച്ചിയുടെ വീട്. ഞങ്ങൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഓടി കയറുകയാണ്. ക്യാമറ ഓണാക്കിക്കൊണ്ട് വന്നെന്ന് മനസ്സിലായി. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഇത്രയും പേരുണ്ട് വീട്ടിൽ. അങ്ങനെ തന്നെ ഒരു ആഹാരമൊക്കെ കഴിച്ച് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി. ഇതാണ് മടന്തക്കുഴി എന്ന് പറയും ഈ സ്ഥലത്തിന്. ഫുള്ള് മടന്ത തന്നെയാണ് കേട്ടോ. മടന്തക്കുഴി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് മടന്തക്കുഴി തന്നെ, മടന്ത തന്നെ. അങ്ങനെ ചേച്ചി ഇറങ്ങും കേട്ടോ. ഇങ്ങനെ ചേച്ചി യാത്രയ്ക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. സോറി ഫോർ ദ കോഴി നൈസ്. കോഴി ഇവിടുത്തെ കോഴി അല്ല കേട്ടോ, പക്ഷെ ഇവിടാണ് എപ്പോഴും. അങ്ങനെ കണ്ടലിലോട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ചേച്ചിയും പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അണ്ണൻ വന്ന് ഞങ്ങളെ വിളിക്കാനായിട്ട്. അങ്ങനെ അണ്ണൻ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് തിരിച്ച്. അങ്ങനെ ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഞാൻ പഠിച്ചായിരുന്നു, 3 വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ ഓർത്ത് അതിൻ്റെ നൊസ്റ്റാൾജിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു. അങ്ങനെ ഞാൻ പപ്പ ചേച്ചി എല്ലാവരുടെ ബാക്കിലിരുന്ന് അനുക്കുട്ടിയാണ് ഇപ്പോൾ അവർക്ക് വീഡിയോ എടുക്കുന്നത്.
അനുക്കുട്ടി ഫ്രണ്ടിലായിരുന്നത്. അങ്ങനെ കണ്ടില്ലേ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നത്. ബാക്കിൽ പ്ലാവിൻതോലാട്ടോ, കണ്ടാൽ മനസ്സിലായി കാണുമല്ലോ. പ്ലാവിൻതോല് വീട്ടിൽ ആടുണ്ടായിരുന്നു. പ്ലാവിൻതോല് കുറച്ച് പറിച്ച് വെച്ചേക്കുക. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൈത കൃഷിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റബ്ബറൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴി ഭയങ്കര ശബ്ദം. അങ്ങനെ എൻ്റെ വീഡിയോ നൃത്തമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തോളൂ, വലുതായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു ദിവസം അത്രയും നടന്നോളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ബായ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.